നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ വിദഗ്ധമായുള്ള നിർദ്ദേശവും അനുഭവജ്ഞാനവും കാലത്തിന് അനുസൃതമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ തൊഴിൽ മേഖലകളിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനിടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ഇനിയും പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കാൻ തക്കവണ്ണം വിദഗ്ധമായുള്ള നിർദ്ദേശം തേടുവാനും അവലംബിക്കുവാനും യോഗം കാണുന്നതുമുണ്ട്. പലപ്പോഴും ബന്ധുമിത്രാദികളുടെ ആഗമനം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. അന്യദേശത്തോ വിദേശത്തോ വസിക്കുന്ന പുത്രപൗത്രാദികൾ അവിചാരിതമായിട്ട് ഓണാഘോഷത്തിന് എത്തിച്ചേരുകയും ആഹ്ലാദാന്തരീക്ഷം സംജാതമാകുവാനും ഇടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് ഭാവിയിലേക്ക് ഒരു ഗൃഹം നിർമ്മിക്കുക എന്ന സങ്കല്പത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയാണ്. വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം സമയബന്ധിതമായിട്ടൊന്നും അല്ലെങ്കിൽ പോലും 2 വർഷത്തിന്റെ ഉള്ളിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുമെങ്കിലും തൃപ്തികരമായുള്ള ഒരു വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്തു വരുന്നു. ഇനി ജന്മനാട്ടിൽ വന്ന് സ്വതന്ത്രമായിട്ട് ജീവിക്കാം എന്ന സങ്കല്പത്തോടുകൂടി ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുവാനിടയുണ്ട്. ഒരുപക്ഷെ ഏറ്റെടുത്ത ദൗത്യങ്ങളൊക്കെ പൂർത്തീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഡിസംബർ മാസത്തിലെ അതിനൊരു പൂർണ്ണത കൈവരുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അതിനൊരു ധാരണയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. ശ്രമകരമായുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നുണ്ട്. സ്വന്തം ആശയവും മറ്റൊരാളുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ട് ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള ഒരു അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഒരു പക്ഷേ 2025 മെയ് മാസത്തിന് ശേഷമേ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവുകയുള്ളൂ എന്ന ധാരണ സ്വയം വിലയിരുത്തിയും പണം മുതൽ മുടക്കുന്നവർക്ക് ധാരണ നൽകിക്കൊണ്ടും തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിന് ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ആർജിക്കുവാനിടയുണ്ട്. റോഡ് വികസനം വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ വസ്തു വിൽപ്പന തൽക്കാലത്തേക്ക് നിർത്തിവെക്കുവാൻ സാധ്യത കാണുന്നു. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ സുവ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനാണ് യോഗമുള്ളത്. കഴിഞ്ഞ 1 വർഷമായിട്ട് പലവിധത്തിലുള്ള ഹ്രസ്വകാല കൃഷി രീതികളൊക്കെ തുടക്കം കുറിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വേണ്ട വിധത്തിലുള്ള നേട്ടം അത്ര തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ വെളിച്ചത്തിൽ കാർഷികമായിട്ടുള്ള മേഖല പുനരുദ്ധീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അവരുടെ കാര്യങ്ങളും വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ അവസരം വന്നു ചേരും. ഒരു പക്ഷേ ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി താമസിച്ചു വരുന്ന ഗൃഹത്തിന്റെ സമീപത്തുള്ള ഗൃഹം വാടകയ്ക്ക് എടുക്കുവാൻ യോഗം കാണുന്നു. ഭാവനകൾ യാഥാർത്ഥ്യമാകും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പലർക്കും ഉദാസീന മനോഭാവം കഴിഞ്ഞ 1 വർഷമായിട്ടുണ്ടായിരുന്നു. എന്നാൽ മാതാപിതാക്കളുടെ നിർബന്ധത്താലും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതിന്റെ വെളിച്ചത്തിലും ഏറെക്കുറെ വിജയം കൈവരിക്കാൻ യോഗം കാണുന്നതുമുണ്ട്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. പലപ്പോഴും യുക്തിപൂർവമുള്ള സമീപനമാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും.
മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായുള്ള ഒരു ഉദ്യോഗത്തിന് യോഗം കാണുന്നു. ഗതിവിഗതികൾക്കനുസരിച്ച് ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പല കാര്യങ്ങളും ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായുള്ള വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി കടം വാങ്ങുവാനുള്ള സാഹചര്യത്തിൽ നിന്ന് പിന്മാറുവാനുള്ള സാധ്യത കാണുന്നു. പലപ്പോഴും നിർണായകമായുള്ള തീരുമാനങ്ങൾക്ക് ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് പ്രാരംഭത്തിൽ സ്വല്പം മാന്ദ്യമുള്ളൊരവസ്ഥ വന്നു ചേരുമെങ്കിൽ പോലും മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ അതിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനും ഏറെക്കുറെ തൃപ്തികരമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനും സാധിക്കും. ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്ന പദ്ധതികൾക്ക് അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. എന്നാൽ ദൂരദേശത്ത് വാസം വേണ്ടിവരും. മാസത്തിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശത്ത് വസിക്കുകയും 6 മാസത്തിനു ശേഷം കുടുംബാംഗങ്ങളെ അവിടെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു അവസരമാണെങ്കിൽ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള പദ്ധതികൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. നാട്ടുകാരെയും ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സമാധാനപരമായിട്ടും ആഹ്ലാദപരമായിട്ടും ഓണം ആഘോഷിക്കുവാനുള്ള അവസരം വളരെ ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾക്ക് പോലും സമയം കണ്ടെത്തുവാനുള്ള അവസരം കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ ബാല്യകാല സുഹൃത്തുക്കളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരം ഉണ്ടായിത്തീരും. മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. സർവർക്കും സ്വീകാര്യമായ നിലപാട് അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ തൊഴിൽ മണ്ഡലങ്ങളിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച അനുഭവപ്പെടും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒരേപോലെ തന്നെ നേട്ടമുണ്ടാകുന്ന വിധത്തിൽ ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ അവർ പൂർണ്ണമായുള്ള രീതിയിൽ ഉൾക്കൊള്ളുമോ എന്നറിയുകയില്ല എങ്കിൽ പോലും അവരൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി എന്ന കൃതാർത്ഥതയോടുകൂടി സമാധാനപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിക്കാൻ സാധ്യത കാണുന്നു. സമയബന്ധിതമായിട്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. യുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ അവലംബിക്കുന്നത് വഴി പ്രസ്ഥാനത്തിന് പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങൾ പലതും കഴിഞ്ഞ 1-2 വർഷമായിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം തന്നെ അതിജീവിക്കാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. വ്യവഹാര വിജയത്താൽ അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കാൻ ധാരണയാകും. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള ഒരു അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കാർഷികമായിട്ടുള്ള മേഖലകളിൽ വിളവെടുപ്പ് ഈ ഒരു മാസം തുടങ്ങി വെക്കുകയും ഒരുപക്ഷെ ഇനി 2-3 മാസം കൂടിയും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഇതിനോടൊപ്പം തന്നെ പുതിയതായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ കർഷകന്റെ സഹായ സഹകരണം, കൃഷി വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ഇതെല്ലാം തന്നെ അവലംബിക്കുവാൻ പോലും യോഗം കാണുന്നതുമുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരു മാസത്തിൽ പ്രതീക്ഷിച്ചതിലുപരി അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. കഫക്കെട്ട്, നീർക്കെട്ട് എന്നിവ വർദ്ധിക്കുന്നത് വഴി ഒരുപക്ഷെ ദൂരയാത്രകൾ മാറ്റിവെച്ചുകൊണ്ട് പലപ്പോഴും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട്
ഒരു വിഹക വീക്ഷണം തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ വേണ്ടിവരും. ഒരുപക്ഷെ ക്രിയാത്മകമായിട്ട് തന്നെ എല്ലാ മേഖലകളിലുള്ള അപാകതകളെയും അപജയങ്ങളെയും അതിജീവിക്കാൻ തക്കവണ്ണം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും അവലംബിക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. ഗർഭിണികൾക്ക് ഈ ഒരു മാസത്തിൽ പൂർണ്ണ വിശ്രമം വേണ്ടിവരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ബന്ധുമിത്രാദികൾ വിരുന്നു വരുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ ചിലർക്കും മറ്റു ചിലർക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും വേണ്ടപ്പെട്ടവരെ ആശീർവദിക്കുവാനും സാധ്യത കാണുന്നു. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കുവാനായിട്ട് അനുമതി തേടുവാനിടയുണ്ട്. പലപ്പോഴും പല ദിവസങ്ങളിലും മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് പ്രവൃത്തി പരിചയം നേടുക എന്ന ആശയം സ്വീകരിക്കാൻ പോലെ യോഗമുണ്ട്. പലപ്പോഴും മിക്ക അവധി ദിവസങ്ങളിലും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് 1-2 മണിക്കൂർ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു മാസത്തിൽ സെപ്റ്റംബർ മാസത്തിൽ വേണ്ടി വരുവാൻ യോഗമുണ്ട്. നമസ്കാരം.